പഞ്ചാഗ്നിയിൽ ഒടുവിൽ അമൃതയ്ക്ക് തുണയായി നമ്മുടെ പ്രഭാവതി എത്തുന്നു. അതേ പ്രേക്ഷകർ, ഇന്നത്തെ ഒരു കിടിലൻ പ്രമോ തന്നെയായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ ദിവ്യപ്രഭ നമ്മുടെ അമ്മയോട് പറയുന്നുണ്ട്, ഞാൻ സുമേഷുമായിട്ട് ഒന്നിക്കുമ്പോൾ അത് നമ്മുടെ അഭിമന്യുവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അടി തന്നെയായിരിക്കും നമ്മുടെ ദിവ്യപ്രഭ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പഞ്ചരത്നത്തിൽ നമ്മുടെ ആതിരയും ആരാധയും കൂടി നമ്മൾ അമൃതേച്ചിയോട് പറയുന്നുണ്ട് കേട്ടോ. അമൃതേച്ചി ആ ഒരു തീരുമാനം അഭിയേട്ടം പറയുമ്പോഴെങ്കിലും തിരുത്തുമെന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. പക്ഷേ അമൃതേച്ചി ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരു സങ്കടം പറയുന്നത് കേട്ടോ. വേറെ ഒന്നും ആയിരിക്കില്ല നമ്മുടെ അമൃത, ഇവരുടെ കല്യാണം കഴിഞ്ഞു മതി തനിക്കൊരു ജീവിതം എന്നുള്ളൊരു തീരുമാനം അഭിമന്യുവിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടാകാം. അതായിരിക്കും നമ്മുടെ ആതിരയും ആരാധയും അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സങ്കടമാണ് നമ്മുടെ അമൃത അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രൻ നമ്മുടെ കലാവതിയുമായിട്ട് ഉടക്കി വീട് വിട്ടിറങ്ങുന്നു കേട്ടോ. നമ്മുടെ കലാവതിയോട് പറയുന്നുണ്ട്, നീ എൻ്റെ ജീവിതത്തിൽ എന്ന് കയറി വന്നു അന്ന് മുതൽ ഞാൻ ദരിദ്രനാകാൻ തുടങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രൻ നമ്മുടെ കലാവതിയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാട്ടോ. അപ്പോൾ ഇറങ്ങി ഒരു ബസ് സ്റ്റോപ്പിൽ പോയിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രഭാവതി അവിടെ മുന്നിൽ കൂടി പോവുകയും നമ്മുടെ പ്രഭാവതി ശേഷം നമ്മുടെ ചന്ദ്രൻ ഇങ്ങനെ കാറിൻ്റെ ഗ്ലാസ്സൊക്കെ തുറന്നിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു രംഗമാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് കേട്ടോ. നമ്മുടെ പ്രഭാവതി ചന്ദ്രനെയും കൂട്ടി എങ്ങോട്ടായിരിക്കും പോകുന്നത്, നമ്മുടെ മക്കളുടെ അടുത്തേക്ക് കൊണ്ടുപോയി ആക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.